സത്യത്തിൽ ഞാൻ ആരാ ഉണ്ണി? ഉസ്മേത്തനവർക്ക് ടൊമ്മണും കടുപ്പേത്തന കമ്മണിരുന്ന വാഴക്ക് ചമ്മ. അപ്പോ കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിട്ടപ്പോ വരുന്നു പല വഴിയുണ്ടല്ലോ പറഞ്ഞു. ആ സിനിമയിൽ വേഷം വാങ്ങി കൊടുക്ക എൻ്റെ അമ്മായിന്റെ മകനോ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി പോയോ? സത്യത്തിൽ ഞാൻ ആരാ ഉണ്ണി? ഞങ്ങളെല്ലാവരും മണ്ണാർക്കാട്ടുകാർ ഫുള്ള് ഇന്നത്തെ ദിവസത്തിനായിരുന്നു വെയിറ്റിംഗ്. ഇപ്പൊ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ പരീക്ഷ ആയതുകൊണ്ടാണ് പലർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്. ഏട്ടന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ മണ്ണാർക്കാട് വന്നിട്ട്? സത്യം പറയുകയാണെങ്കിൽ ഏത് നാടാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ നാടും പോലെ ഐശ്വര്യമുള്ള നാടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓരോ നാടും ഓരോ വെറൈറ്റി, എൻ്റെ ജീവിതം മാറ്റിമറിച്ച് വിജയണ്ണനാണ്. വിജയണ്ണൻ കാരണം എല്ലാ നാടുകളിലും എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അത് വിജയണ്ണൻ കാരണം മാത്രമാണ്. അതെ അതെ. അണ്ണനെ കാണാൻ പോയ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. വിജയണ്ണനെ കാണാൻ പോയത് ഞാൻ ജനുവരി 1 കാൽനട യാത്ര ചെയ്തപ്പോൾ 13-ാം തീയതി അവിടെ നിന്ന് മെസ്സേജ് വന്നു, ബ്രദർ നമ്പർ വേണമെന്ന്. ജഗദീഷ് അണ്ണൻ, വിജയ് സാറിന്റെ ലാലേട്ടന്റെ കാര്യന്റെ പെരുമ്പാവൂർ സാറിനെ പോലെ വിജയണ്ണന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ജഗദീഷ് പള്ളിസ്വാമി. എനിക്കിത് അറിയില്ല, ഇംഗ്ലീഷും കാര്യം അറിയില്ല. അങ്ങനെ മെസ്സേജ് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി. എനിക്ക് തിരുവനന്തപുരത്തുള്ള 2 ഏട്ടന്മാര് നമ്പർ നിന്ന് അങ്ങനെ വിളിച്ചെന്റെ കാലൊക്കെ കാണിച്ചു കൊടുത്ത് കാണണം പറഞ്ഞ അങ്ങനെയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റിയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ തോൽവിയും കഷ്ടപ്പാടും ചോർന്നൊലിക്കണ ഓലപ്പരന് സങ്കടപ്പെട്ട് ചുമരും ചാരിയിരിക്കാനല്ല, എന്തിനു വേണി പണിയെടുക്കുക. വെറുതെ ഇരുന്നാൽ കിട്ടില്ല. നേർ വഴി കൂടെ പോവുക, കുറുക്ക് വഴി കൂടെ പോകാതിരിക്കുക. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് അത് എത്തിപ്പെടും. അതെ അതെ. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ്? എന്നോട് എല്ലാത്തിനും സപ്പോർട്ടാണോ? സപ്പോർട്ടാണ് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡയറക്ടർ ആഷിമിക്ക എന്നെ കൊണ്ട് ചോദിച്ചു, ഉണ്ണിയേട്ടാ ഇപ്പൊ ഫാമിലിയൊക്കെ എങ്ങനെയുണ്ട്? അതാ ഡയറക്ടർക്ക് അറിയാം. സിനിമയല്ല ഏത് മേഖലയിലേക്കും അവരുടെ മക്കൾ പോകുമ്പോൾ അവരുടെ മക്കൾ ഒരു നല്ല നിലയിലാകണം എന്ന് ചിന്ത വീട്ടുകാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ സങ്കടപ്പെട്ട ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പണ്ടൊക്കെ ചായക്കടയിൽ പോകുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവൻ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ തല കൊനിച്ചവൻ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയും, എൻ്റെ മകനൊരു സിനിമ നടനാണ്, എൻ്റെ മന വർക്കുണ്ട്, എൻ്റെ വീട്ടുകാരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അച്ഛനും നന്നായി നോക്കണം. അതെ, വീട്ടുകാർ സന്തോഷിക്കണം. അപ്പൊ അണ്ണൻ ആ കാര്യത്തിൽ ഇപ്പൊ ഹാപ്പിയാണ്. ഫാമിലി ആയിട്ടും ഫുൾ ആയിട്ട്. നാട്ടുകാരൊക്കെ അണ്ണനോട് എങ്ങനെയാ? ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് എല്ലാം മിണ്ടാത്തവരും കൂടി ഇപ്പൊ മിണ്ടുന്നുണ്ട്. അതാണ് ഏട്ടന്റെ സക്സസ് എന്ന് പറയുന്നത്. പണ്ട് പുച്ചിച്ചവരും കളിയാക്കവരൊക്കെ ഏട്ടന്റെ കൂടെയാണ്. വിജയണ്ണനെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? വിജയണ്ണനെ കണ്ടപ്പോ എന്തിനങ്ങനെ ചെയ്തനിയാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാനാട് ഇലക്ഷൻ വന്നപ്പോൾ ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോഴാണ് ഞാൻ കാണാൻ പറ്റില്ല, അടുത്ത് വരെത്തി പറഞ്ഞു. അപ്പോൾ കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിട്ടപ്പോൾ വരുന്നു പല വഴിയുണ്ടല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു പല വഴിയും ശ്രമിച്ചാണ് പറഞ്ഞപ്പോൾ എന്താണ്, കുട്ടികളുടെ മനസ്സാണ് നമ്മുടെ വിനീത് ശ്രീനിവാസേട്ടനെ, വിനീതേട്ടനെ പോലെ പച്ചയ ഒരു മനുഷ്യനാണ്, കളങ്കമില്ലാത്ത. ഇപ്പോൾ സിനിമയിലൊന്ന് ജീവിതത്തൊന്ന് വേറെ പുറത്തൊന്നും അങ്ങനെയല്ല, എപ്പോഴും ഒരേപോലെ. അതാണ് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായി അവരവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം വിജയണ്ണനെ. അതെ അതെ. വിജയണ്ണനെ കണ്ടു വന്നതിന് ശേഷം അണ്ണന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ 4ാം ക്ലാസ്സുകാരൻ ഞാൻ ആരാ ഉണ്ണി? സത്യത്തിൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച് വിജയണ്ണനാണ്. ഞാനൊരു സിനിമ ചാൻസ് ചോദിച്ചു, അവിടെ ഒന്നുമില്ല പറഞ്ഞു. എന്ന് ഞാൻ വിജയണ്ണനെ കണ്ടുവന്നോ, ഉണ്ണിക്കണ്ണ 4ാം ക്ലാസ്സുകാരനെ മാറ്റിമറിച്ചു. ഏത് നാട്ടിൽ പോയാലും എന്നെ ഒരു ഏട്ടനെ പോലെ, അനിയനെ പോലെ, മാനെ പോലെ, എന്നെ ഒരു അനിയനെ പോലെ മോനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് ലോകമെമ്പാടുള്ള മലയാളികളും തമിഴ്നാട്ടിലുള്ളവരും. പിന്നെ ഞാൻ നടക്കാൻ പോയപ്പോൾ കുറച്ച് പൈസയും കൊണ്ട് പോയുള്ളൂ. സിനിമയും പരസ്യമൊക്കെ ചെയ്ത് അതിൽ തുച്ഛമായ കുറച്ച് പൈസ മാത്രമേ എനിക്ക് ചിലവേ ഉള്ളൂ. കേരളവും തമിഴ്നാടും അവർ പണിയെടുത്ത വേരത്തില് ആ ആരോഗ്യമാണ് ഈ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ ഒരു ശരീരത്ത്. സ്റ്റേ ഒക്കെ വിജയണ്ണന്റെ ഫാൻസുകാര്, പിന്നെ മലയാളികള്, പിന്നെ റൂം എടുത്ത് തന്നു, ഭക്ഷണം തന്നു, എനിക്ക് ആപ്പിളും കാര്യങ്ങളും ബിരിയാണി എല്ലാം ഹാപ്പിയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഈ ഇടയ്ക്ക് എന്നെ കൊണ്ട് രാത്രി 12 മണിക്ക് വിളിച്ച്, ഞാൻ സിനിമന്റെ പേര് പറയണില്ല, ആ സിനിമയിലേക്ക് ഒരു വേഷം വാങ്ങി തന്നെ. ആ സിനിമയിൽ വേഷം വാങ്ങി കൊടുക്ക എൻ്റെ അമ്മായിന്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അനിയന്റെ മകനോ എൻ്റെ വലിയച്ഛനൊന്നുമല്ല സിനിമ. ചോർന്നൊലിക്കണ ഓലപ്പരയിൽ ചുമരും ചാരി ഇരുന്നിട്ട് അവർക്ക് ആനയുണ്ട്, അവർക്ക് പ്ലെയിൻ ഉണ്ട്, അവർക്ക് ബെൻസ് ഉണ്ട്, BMW ഉണ്ട് പറഞ്ഞിട്ട് അത് വേണ്ടിട്ട് അസുഖപ്പെട്ട് കൊതിച്ചിരിക്കുകയല്ല വേണ്ടത്, പണിയെടുക്കണം. നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കൊതിക്കുക പറഞ്ഞാൽ അവരും വേദനിപ്പിക്കാനല്ല, ആ ഒരു തീക്കനൽ ജ്വലിക്കണ ഒരു തീക്കനലുണ്ടാണ് വാശിയും വൈരാഗ്യത്തോടെ. അത് പറഞ്ഞ ഒരാളിനെ വേദനിപ്പിക്കാനല്ല,
നമുക്കത് വാങ്ങിയെടുക്കണം എന്നൊരു കോൺഫിഡൻസ് നേര് വഴി കൂടെ പോയിട്ട് കുറുക്ക് വഴി കൂടെ അല്ല, അങ്ങനെ കഷ്ടപ്പെട്ട ദൈവം തരും. അതെ അതെ. ഇപ്പോ അതേപോലെ കൊതുക് കടി കൊണ്ട് എത്രയോ റെയിൽവേ സ്റ്റേഷനുകൾ ഉറങ്ങാതെ ഓഡീഷനും പോയിട്ട് 1 പോയി കിട്ടിയില്ല, 2 കിട്ടിയില്ല, 3 കിട്ടിയില്ല. എൻ്റെ അമ്മയൊക്കെ ഞാൻ ചെന്നൈക്ക് പോകുമ്പോൾ 700 500 രൂപ ഒരു 200 രൂപ കയ്യിൽ വരും, പൈസ തിരിച്ചു വരാൻ കള്ള ട്രെയിൻ കയറി അവിടെ പോയി നിന്ന് 500 രൂപ വീട്ടിൽ കൊണ്ട് കൊടുത്ത്. അപ്പം അമ്മ ചോദിക്കും പണിക്ക് പോകണില്ല, പാങ്ങലിക്ക് ആണെന്ന് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം എന്താ അവരുടെ കുറ്റം പറഞ്ഞതല്ല, അവരുടെ മക്കൾ നേരെയാണ്, പണിക്ക് പോകണം, കുടുംബം നോക്കണം. നമ്മൾ ഏത് സിനിമ എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്. ആ ലഹരിയിലേക്ക്, ലഹരി പറഞ്ഞ മറ്റുള്ള ലഹരിയല്ല, ആ ലഹരിയിൽ വീണ ഏത് മേഖലയായിക്കോട്ടെ അവിടെ എത്തിപ്പെടാൻ വേണ്ടി കഷ്ടപ്പെട്ട് വേദനിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വർക്കും കൂടെ നമുക്ക് ഉണ്ടാകണം. ആ മേഖല എത്തിപ്പെടാൻ കണ്ണുനീരും കഷ്ടപ്പാടും നമ്മളെ കുത്തി വേദനിപ്പിച്ച നോവിച്ച അവരുടെ മുന്നിൽ കൂടെ നമ്മൾ അന്തസ്സായി തല ഉയർത്തി നടക്കണമെങ്കിൽ പണിയെടുക്കാം. എന്നിട്ട് അച്ഛനമ്മയോട് ചീത്ത പറഞ്ഞ് നമ്മളത് സങ്കടപ്പെടുകയല്ല വേണ്ടത്, കോൺഫിഡൻസ് ആയി എന്നിട്ട് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മനെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടത് ആവശ്യമുള്ള വാങ്ങിക്കൊടുത്ത് അവിടെ ടൂർ കൊണ്ട് ഹാപ്പി ആക്കണം. അതാണ് ജീവിതം. അന്ന് അണ്ണനെ ആലോചിച്ച് കരഞ്ഞ അച്ഛനും അമ്മയും ഇന്ന് അണ്ണനെ ആലോചിച്ച് അഭിമാനിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ കാര്യം അണ്ണനിട്ട് എഫേർട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് അണ്ണൻ ഇപ്പൊ എന്താ പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഇന്ന് എന്റെ അച്ഛനും അമ്മയും വളരെ ഹാപ്പിയാണ്. അതെ. അപ്പോ ഇത്ര നേരം അണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും അണ്ണനൊരു ഇൻസ്പയർഡ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരോടും ഒരു ഹാപ്പി വേണം പറഞ്ഞാലോ? എല്ലാവർക്കും ഒരു ഹാപ്പി വേണം. തളരാതിരിക്കുക, തളർന്നാലേ വളരാൻ പറ്റുള്ളൂ. വിജയണ്ണം പറയും പോലെ ഉസ്പേത്തനവർക്ക് തുമ്മണും കടുപ്പേത്തന കമ്മണിരുന്ന വാഴക്ക് ചമ്മ. തളരാതെ കോൺഫിഡൻസായി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുമ്പോൾ പല ആൾക്കാർ തളർത്താനും നമ്മളെ ചോർന്നൊലിക്കുന്ന ഓലപ്പെരയിലിരുന്ന് അവനവിടെ വേര് മുളച്ചിരിക്കുള്ളൂ പറയാം. അവിടെ നിന്ന് വന്നാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മുതലെടുക്കാനായി ആൾ വരും. അവരെ തിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിങ്ങൾക്കൊരു നേരും നെറിയുണ്ടെങ്കിൽ നേര് വഴി കൂടെ പോയി കുറുക്ക് വഴി കൂടെ പോകാതെ കഷ്ടപ്പെട്ട ഏത് മേഖലയാണെങ്കിലും, വീൽ ചെയറിൽ കിടക്കുകയാണെങ്കിലും കിടക്കപ്പായി കിടക്കുകയാണെങ്കിലും ഇരുന്ന് നമ്മൾക്ക് അവിടെ എത്തിപ്പെടുന്ന കോൺഫിഡൻസോടെ നമ്മൾ സങ്കടപ്പെടാതെ പുഞ്ചിരിയായിരുന്ന ഏത് മേഖലയാണെങ്കിലും ദൈവം എത്തിപ്പെടും. എന്തെങ്കിലും ഒരു പ്രശ്നം തളരാതെ. എനിക്കും മുന്നൊരു സങ്കടം വരുമ്പോൾ മരണമാണ് എൻ്റെ മുന്നിൽ കണ്ട, അതല്ല വേണ്ടത്. നമ്മൾ ആ ലക്ഷ്യത്തെ എത്തിപ്പെടും. ബലൂണ് പൊട്ടുപോലില്ല, എപ്പോഴും മരിക്കുക. അപ്പോൾ എന്തിനു വേണ്ടി അസുഖപ്പെടാതെ നമ്മൾ അവനെ അതുണ്ട് ഇതുണ്ടെന്നല്ല, ആത്മധൈര്യത്തോടെ തീക്കാനിൽ ജ്വലിക്കണ തീയായി ആര് കളിയാക്കിയോ പുച്ഛിച്ച അവരുടെ മുന്നിൽ ആൺകുട്ടി പോലെ തലയുയർത്തിയിട്ട് പെൺകുട്ടിയാണെങ്കിലും എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉണ്ണിക്കണ്ണ മകളെ ഉമ്മ വിജയണ്ണമ്മ.